അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന്ന ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഗോഹർ ഷാഹി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചും അദ്ദേഹം ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു വ്യത്യസ്തമായ മതത്തെക്കുറിച്ചും പരിചയപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ അടിയിൽ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലും ഇതിൻ്റെ അനുയായികൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട് എന്നുള്ള കാര്യം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ വീഡിയോയുടെ അടിയിൽ ഇവരുടെ അനുയായികൾ വന്നിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഒരു സൈനുദ്ദീൻ എന്ന് പറയുന്ന ഒരു ആളുടേതാണ് കമൻറ്റ്. ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചുതരാം. അതിനോടൊപ്പം കൂടുതൽ കാര്യങ്ങൾ ഗോഹർ ഷാഹിയുടെ ഈ ഒരു ത്വരീഖത്തിനെ കുറിച്ചും, ത്വരീഖത്ത് എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രത്യേക മതം, ഇസ്ലാമിൻ്റെ പേരിൽ ഇത്രമാത്രം തരം താഴ്ന്ന സംഗതികളുമായിട്ടൊക്കെ വരുമ്പോൾ ഇതിനും ആളുകളുണ്ട് എന്നുള്ളത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. ഇയാൾ അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുക, ഇപ്പോൾ ഉത്സവ സീസണാണ്, അമ്പലങ്ങളിലേക്ക് ആനകൾ പോകുമ്പോൾ റോഡരികിൽ നിന്ന് നായ്ക്കൾ കുരക്കാറുണ്ട്. നായ്ക്കളുടെ കുര ആനകളെ ബാധിക്കാറില്ല. ആന അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകും. അഥവാ ആന തിരിഞ്ഞാൽ വിഡ്ഢികൾ പറയും ആനയ്ക്ക് മതമിളകിയെന്ന്. തിരിഞ്ഞോടുന്ന വിഡ്ഢികൾ പറയില്ല നായ കുരച്ചതുകൊണ്ടാണെന്ന്. അതുകൊണ്ട് നായകൾ കുരക്കട്ടെ. ഈ കാണുന്നതെല്ലാം ഏറുകൊണ്ട നായയുടെ മോങ്ങൽ മാത്രമാണ് എന്നാണ് എൻ്റെ വീഡിയോക്കടിയിൽ ഇയാൾ കമൻ്റ് ഇട്ടിട്ടുള്ളത്. ഞാൻ നോക്കിയപ്പോൾ 4-5 ആളുകൾ അതിന് ലൈക്കും അടിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഇവരുടെ അനുയായി, എൻ്റെ ഫോളോവേഴ്സ് മാത്രം, ആ കുറച്ച് ഫോളോവേഴ്സുള്ളൂ, ആ ഫോളോവേഴ്സിൽ മാത്രം ഇത്ര ആളുകൾ ഇയാൾ കമൻ്റ് ഇടുകയും അതിന് ലൈക്ക് അടിക്കുകയും ചെയ്യണമെങ്കിൽ കേരളത്തിൽ വളരെ രഹസ്യമായിട്ടും മറ്റുമൊക്കെ ഈ ഒരു സംഭവം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ സമസ്തയുടെ ഒരു പ്രസ്താവന വന്നതോടുകൂടെ ഇവരൊക്കെ പുറത്തു ചാടിയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് സമസ്ത എടുത്തിരിക്കുന്നത് എന്ന്. അതിനോട് കൂടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. സമസ്ത ഏതെല്ലാം പ്രസ്ഥാനങ്ങളെ തള്ളിയോ അതിനൊക്കെ തോളിലെടുത്ത് നടക്കാൻ ഒരു വിഭാഗം ഇവിടെ സമസ്തനെ തോൽപ്പിക്കാനായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ഇവരെ തോളിലേറ്റി നടക്കുമോ എന്നാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്. എന്തായാലും അതിനു മുമ്പ് നമ്മൾ ഇവരുടെ തനി നിറം എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ആ വിഭാഗത്തിൻ്റെ ഇപ്പോഴത്തെ ഷെയ്ഖായ യൂനിസ് ഗോഹർ ഷാഹി എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളുടെ സംസാരമാണ്, അയാളുടെ ഒരു സ്പീച്ചാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. मेहदी मानो लेकिन ऊपर ऊपर से, मसीहा मानो ऊपर ऊपर से, कल की अवतार मानो ऊपर ऊपर से, लेकिन अंदर से रब नहीं, रब का रब मानवा, लेकिन अंदर से रब नहीं, रब का रब मानवा। जिसका ये ईमान नहीं कि गौहर शाही रब्बुल अरबाब है, वो कंजर है, हरामी है. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ബാഹ്യമായിട്ട് ഗോഹർ ഷാഹിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ മഹദി എന്ന് വിളിക്കാം, എന്ന് വിശ്വസിക്കാം. ബാഹ്യമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോഹർ ഷാഹിയെ മസീഹ്, അതായത് ഈസാ നബി എന്ന് വിളിക്കാം. ബാഹ്യമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോഹർ ഷാഹിയെ കൽക്കി അവതാരം എന്ന് വിളിക്കാം. പക്ഷേ ആന്തരികമായിട്ട് ഒരാൾ വിശ്വസിച്ചിരിക്കേണ്ടത് ഗോഹർ ഷാഹി എന്ന് പറഞ്ഞാൽ റബ്ബുൽ അർബാബാണ്, റബ്ബാണ്, റബ്ബുർ റഹ്മാനാണ്. അതായത് അള്ളാഹുവിൻ്റെയും റബ്ബ് ആണ് എന്നാണ് വിശ്വസിക്കേണ്ടത്. അങ്ങനെ വിശ്വസിക്കാത്ത ഒരാൾ അവൻ ഹറാമിയാണ്, അവൻ മുശ്രിക്കാണ് എന്നാണ് ഇയാൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, എത്ര അപകടകരമായിരിക്കുന്ന വാദമാണ്, കുഫ്രിയത്തിൻ്റെ വാദം, കൃത്യമായിട്ട് കുഫർ. ഇതാണ് ഇവർ ഒരു ത്വരീഖത്ത് എന്ന പേരിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഷിർക്കാക്കാണ്, വഹാബികളെ പോലെ തന്നെ മറ്റുള്ളവരെ ഷിർക്കാക്കുക. എന്നാൽ നിൽക്കുന്നതോ തികഞ്ഞ ഷിർക്കിൻ്റെ കുഫറിൻ്റെ നടുവിൽ. എന്നിട്ട് മറ്റുള്ള വിശ്വാസികളെ കുഫറും അല്ല മുശ്രിക്കും ഒക്കെ ആക്കുക. നോക്ക് നിങ്ങൾ, ഇനി ഇവരുടെ ചില മജ്ലിസുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവരുടെ മജ്ലിസ് അതാണ് കാണേണ്ടത്. दिल मायूस हुआ है और बला ने घेरा, या गोहर और बला ने घेरा, मुश्किल हल का बांध के आई. सलातो वस्सलामु अलैका या रसूल अल्लाह, सलातो वस्सलामु अलैका या हबीब अल्लाह.
നോക്ക് നിങ്ങൾ, ഇതൊക്കെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് വിവരമില്ലാഞ്ഞിട്ടാണ്, അവർക്ക് അറിവില്ലാഞ്ഞിട്ടാണ് എന്നൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഇത് കേരളത്തിലേക്ക് കൂടി വരുമ്പോൾ, ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇല്ലാതിരുന്നാൽ, അല്ലെങ്കിൽ സമസ്ത അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാതിരുന്നാൽ, അല്ലെങ്കിൽ സമസ്ത ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാതിരുന്നാൽ എന്തായിരിക്കും ജനങ്ങളുടെ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. മറ്റ് ദേശങ്ങളിൽ ഇതുപോലത്തെ പല കൂത്തരങ്ങളും നടക്കാറുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ. പക്ഷേ കേരളത്തിലും ഇത് നടക്കുന്നു എന്ന് വരുമ്പോൾ, കേരളത്തിലും ഇതിനൊക്കെ അനുയായികളുണ്ടെന്ന് വരുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം അത്രയും മതപരമായി പ്രബുദ്ധരാണ് കേരളത്തിലെ ജനത എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സാധാരണക്കാർ പോലും മറ്റിതര സ്റ്റേറ്റുകളിലെ പണ്ഡിതന്മാരെക്കാൾ വിവരമുള്ള ആളുകളാണ് കേരളത്തിലെ സാധാരണക്കാർ പോലും. വിവരമുള്ള ആളുകളിലേക്ക് പോലും ഇത് സ്പ്രെഡാക്കുന്നുണ്ടെങ്കിൽ പൈശാചികമായിരിക്കുന്ന സഹായം ഇവരിതിന് പിന്നിൽ തേടുന്നുണ്ട് എന്നത് കൃത്യമാണ്. ഇനി ഈ യൂനുസ് ഗോഹർ ഷാഹി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇവരുടെ ഷെയ്ഖിൻ്റെ ഒരല്പം അപകടകരമായിരിക്കുന്ന വാദഗതി കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. सरकार गौहर शाही के इस दुनिया में आने के बाद अल्लाह की अलूवियत और रबूबियत का प्रचार शिर्क है. എന്താണ് പറഞ്ഞത് നിങ്ങൾ മനസ്സിലായോ? ഗോഹർ ഷാഹി ഈ ദുനിയാവിലേക്ക് വന്നതിന് ശേഷം അള്ളാഹുവിൻ്റെ റുബൂബിയത്തോ ഉലൂഹിയത്തോ ആരെങ്കിലും ചർച്ച ചെയ്യുകയാണെങ്കിൽ അതുപോലും ശിർക്കാണ്. ഗോഹർ ഷാഹി ദുനിയാവിലേക്ക് വന്നതിന് ശേഷം, അദ്ദേഹത്തിൻ്റെ ആഗമനത്തിന് ശേഷം അള്ളാഹുവിൻ്റെ റുബൂബിയത്തോ ഉലൂഹിയത്തോ ആരെങ്കിലും ചർച്ച ചെയ്താൽ അതുപോലും ഷിർക്കാണ്. കാരണം റബ്ബുൽ അർബാബാണ്, അതായത് അള്ളാഹുവിൻ്റെ റബ്ബാണ് ഗോഹർ ഷാഹി എന്നാണ് പറയുന്നത്. തുടർന്ന് കേൾക്കാം. और जब तक किसी ने सरकार गौहर शाही के रब्बुल अरबाब होने का जिक्र नहीं किया, तो उससे पहले तक जो करता रहा उसकी माफी हो सकती है. लेकिन जिस दिन ये बात खोल दी किसी ने, ला इलाहा इल्ला रियाज वाली, उसके बाद कोई अल्लाह की अलूहियत का जिक्र नहीं कर सकता. जो कर रहा है वो अपने लिए गड़ा खोद रहा है. और उसको जो है ना, हम MFI में रख नहीं सकते कि जो ला इलाहा इल्ला रियाज भी पढ़े और ला इलाहा इल्लल्लाह भी पढ़े. एक औरत के दो शौहर नहीं हो सकते, तो एक इंसान के दो रब नहीं हो सकते. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നും ലാ ഇലാഹ ഇല്ല റിയാസ് വലി എന്നും രണ്ടും കൂടി ഒന്നിച്ചില്ലാണെങ്കിൽ അവന് രണ്ട് ഭർത്താക്കന്മാർ സ്വീകരിച്ച ഒരു പെണ്ണിനെ പോലെയാണ്. ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവല്ലേ ഉണ്ടാവുള്ളൂ, അതുപോലെ ഒരാൾക്ക് ഒരു റബ്ബേ ഉണ്ടാകാൻ പാടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയേണ്ട, ലാ ഇലാഹ ഇല്ല റിയാസ് വലി എന്ന് പറഞ്ഞാൽ മതി. കാരണം റിയാസ് വലിയാണ്, ഗോഹർ ഷാഹിയാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന്. അപ്പോൾ രണ്ട് റബ്ബ് ഒരിക്കലും ശരിയാവില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിർക്കാണെന്നാണ് പറയുന്നത്. നോക്കണം നിങ്ങൾ, ഇത്രയും വൃത്തികെട്ട, ഇത്രയും മോശമായ, ഇത്രയും അന്തമില്ലാത്ത വാദഗതിയുമായിട്ട് കടന്നു വരുമ്പോൾ ഇതിനുമുണ്ട് അനുയായികളെന്ന് ഓർക്കുമ്പോൾ എത്ര ലജ്ജാവഹമാണ് അല്ലേ, എത്ര ലജ്ജാവഹമാണ്. നോക്കൂ നിങ്ങൾ, അതിനെ ന്യായീകരിക്കുകയാണ് ഈ സൈനുദ്ദീനെ പോലുള്ള ആളുകൾ. അപ്പോൾ ഇത്രയും വിവരം കെട്ട ആശയങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ത്വരീഖത്താണ് ഈ ഗോഹർ ഷാഹി ത്വരീഖത്ത് എന്ന് പറയുന്നത്. ത്വരീഖത്ത് എന്ന പദം പോലും അതിന് ഉപയോഗിക്കാൻ പാടില്ല, കാരണം അതൊക്കെ ഒരു മഹത്തായ പദമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ പല ത്വരീഖത്തുകളുടെ പേരിലും ഇതുപോലെ വ്യാജന്മാർ ഇപ്പോൾ പുതിയതായിട്ട് കടന്നു വരുന്നുണ്ട്. നമ്മുടെ ചില പുതിയ ബിരുദധാരികളൊക്കെ ആ ചില കെണികളിലൊക്കെ പെട്ടുപോകുന്നുണ്ട് എന്നൊക്കെയുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറയുന്നതിൻ്റെ കൂടെ നിൽക്കുക. ഏതെങ്കിലും ത്വരീഖത്ത് മറ്റേത് എന്ന് പറഞ്ഞിട്ട് ആളുകൾ നിങ്ങളെ വശീകരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങളെ ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ അവരിലേക്ക് ആകർഷിക്കാനോ ഒക്കെ നിൽക്കുമ്പോൾ എന്താണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്, സമസ്ത എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രം അത്തരം ഭാഗത്തേക്ക് നിങ്ങൾ നീങ്ങുക. ഇത്തരം കെണിവലകളിൽ പോയി അകപ്പെടാതിരിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.